എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നെക്സോൺ EV ഒരു 47,000 കിലോമീറ്റർ ഓടിയ ശേഷം നമ്മൾ ടയർ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോഴത്തെ പഴയ ടയറാണ്, MRFൻ്റെ വാണ്ടറിൻ്റെ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ടയറാണ് നമ്മൾ. പക്ഷേ ഇപ്രാവശ്യം പുതിയ ടയർ ആഡ് ചെയ്യാൻ പോണത് അപ്പോളോയുടെ EVക്ക് വേണ്ടി പുതിയതായിട്ട് കമ്പനി ലോഞ്ച് ചെയ്ത ഒരു ടയറാണ്. അത് വന്നിട്ട് ഇപ്പം കാണിച്ചു തരാം. ഈ ടയറാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോളോയുടെ ആംപീരിയോൺ എന്ന് പറഞ്ഞിട്ട് ടയറാണ്. EVക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ്ലി ഉണ്ടാക്കിയൊരു ടയറാണ് ഇത്. ആംപീരിയോണിൻ്റെ 215/60R16 ടയറാണ്. ഇതിനകത്ത് കമ്പനി ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് EVക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പാറ്റേൺ ആണ്. എയറോഡൈനാമിക് സൈഡ് വാളാണ്. പിന്നെ ലോ നോയ്സ്, ക്യാബിൻ നോയ്സ്, ടയറിൽ നിന്നുള്ള നോയ്സ്, പിന്നെ ബെസ്റ്റ് ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് കുറവാണെന്ന് കമ്പനി പറയുന്നു. ഡിസൈൻ വൈസ് ഓൾമോസ്റ്റ് ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ. നമ്മൾ 4 ടയർ ഇത് മാറ്റുകയാണ്. ഇതവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടിയിലകത്ത് ടയർ പ്രഷർ TPMS ഉണ്ട്, പക്ഷേ അതിനകത്ത് സെൻസറില്ല. ഇപ്പോഴറിഞ്ഞ കാര്യമാണ്. ഇത് 2022 മോഡൽ ടയറാണ്. ഇത് പുതിയ ടയർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകുക. അപ്പോളോരെ ഏതൊരു ഇടം നോക്കിയോ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ 4 ടയറും മാറ്റി കഴിഞ്ഞു. ഇപ്പം അടുത്ത് ടയറിൻ്റെ അലൈൻമെൻറ്റിന് വേണ്ടി വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുക താഴോട്ട്. ഇതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ ഈ അപ്പോളോയുടെ ടയർ മാറാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് പോപ്പുലർ ടയർസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് EVക്ക് വേണ്ടി ഞാൻ സിറ്റി മൊത്തം പല കടകളിലും വിളിച്ചു ചോദിച്ചു ഈ പെർട്ടിക്കുലർ ടയർ ഉണ്ടോ എന്ന്. പക്ഷേ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ച ഓർഡർ എടുത്തിട്ട് സാറ്റർഡേ, അതായത് 3 ദിവസം മുൻപെയാണ് ടയർ ഇവിടെ വന്നത്. പിന്നെ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നു. ടയർ 4 മാറ്റി കഴിഞ്ഞു. നമ്മളെ പഴയ ടയർ അവർ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇവിടെ ഇപ്പം കൊടുക്കണില്ല. അതെന്തെങ്കിലും അതിൽ 2 ടയർ നല്ല കണ്ടീഷനാണ് ഇപ്പോഴും. ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്സ് ആയതുകൊണ്ട് നിലവിൽ വണ്ടിയുടെ ഇഗ്നിഷൻ ഫുള്ളി ഓൺ ചെയ്യാതെ നമ്മളെ ന്യൂട്രലിൽ ഇട്ടിട്ട് വണ്ടിയിലിപ്പം ഓണാക്കി നിർത്തിയിരിക്കുകയാണ്. ന്യൂട്രൽ ഓഫ് ആവില്ലല്ലോ? ഇല്ല, ഓഫ് ആയ ഓടാം പാർക്കിങ്ങിലോട്ടും സ്വയമേ ആവും. അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫ്രണ്ട് കൊടുക്കണ്ടേ? നമ്മൾ 4 ടയർ മാറ്റി കഴിഞ്ഞു. 4 ടയർ മാറ്റിയപ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് ഏകദേശം
34,400. ഇതിനകത്ത് ടയറിൻ്റെ കോസ്റ്റ് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ 8,200 റുപ്പീസ് വന്നിട്ടുണ്ട്. ബാക്കി അതിന് ഫിറ്റിംഗ്, അലൈൻമെൻറ്റും ബാലൻസിങ്ങും എല്ലാം കൂടി ചേർത്ത് എനിക്കൊരു 34,450 റുപ്പീസ് വന്നിട്ടുണ്ട്.